എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നൊരു ചെറിയ പ്രത്യേകതയുണ്ട്. അതായത് സാധാരണ നമ്മൾ വരയ്ക്കുന്ന പോലെ ഒരു കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനല്ല ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നൊരു പാചകക്കുറിപ്പാണ്. നമ്മൾ ഇന്ന് ചിങ്ങം ഒന്നായിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോയിൽ ചിങ്ങം ഒരു കാർഷിക സംസ്കാരത്തിലൂന്നിയ നമ്മുടെ കേരളീയ വിഭവങ്ങളിലെ ഒരു ഐറ്റമാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഈ വാഴപ്പിണ്ടി കൊണ്ട് തോരൻ ഉണ്ടാക്കുന്ന ഒരു വിധമാണ് നമ്മളിന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പിൽ ഞാൻ തന്നെ നട്ടി വലുതാക്കിയ ഒരു വാഴയാണ്, ഒരു പാളയംകുടം വാഴയാണ്. ആ വാഴ എല്ലാ വാഴയുടെയും പിണ്ടി ഇതിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പാളയംകുടൻ വാഴയുടെ പിണ്ടി നല്ലതാണ്, ഏത്തവാഴയുടെയും പാളയംകുടൻ്റെ ഒക്കെ പിണ്ടി നല്ലതാണ്. അപ്പോൾ ആ പിണ്ടി ഉപയോഗിച്ചിട്ട് ഒരുപാട് മറ്റേ കറികളുണ്ടാക്കാം. നമ്മളിന്ന് ആ പിണ്ടി കൊണ്ടൊരു തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. കാർട്ടൂണുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നറിയാം, പക്ഷെ എന്നാൽ ഒരു നാടൻ പാചകം തന്നെയല്ല. ഇന്ന് കർഷക ദിനം, നമ്മുടെ ചിങ്ങം ഒന്ന് പൊന്നിൻ ചിങ്ങത്തിലെ പുതിയ വർഷത്തിലേക്കുള്ള ഒരു കാൽവെപ്പ് എല്ലാം കൊണ്ടും നമ്മൾ ആണ് ഈ ഒരു ഇത് ചേർക്കാമെന്ന് വെച്ചത്. അതിനകത്ത് തന്നെ ഇന്ന് വരച്ച 2 കാർട്ടൂണും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് ചിങ്ങം 1 മലയാള പുതുവർഷത്തിൻ്റെ ആരംഭ ദിനമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു വാഴക്കൊലയുടെ പിണ്ടി കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കുന്ന വിധം നമുക്ക് കാണാം. സാധാരണ ഇതിൽ ബുധനാഴ്ച ഒരു കാർട്ടൂണാണ് നമ്മൾ ഇടുന്നത്. ഇന്നിപ്പോൾ ഇതാകട്ടെ, ചിങ്ങം പുലരിയിൽ പ്രത്യേകതയായിട്ട് നമുക്ക് ഇതാകട്ടെ. അത് ഈ പിണ്ടി അരിയുമ്പോഴത്തേക്ക് അതിൻ്റെ ആ നാര് കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റിയെടുക്കണം, അല്ലെങ്കിൽ നമുക്ക് നാര് കടിക്കും. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നാര് കടിക്കുക ഇറങ്ങത്തില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു വിരലിൽ ഇതിങ്ങനെ ചുറ്റി എടുത്തുകൊണ്ട് വേണം അടുത്ത ഇത് അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുള്ളത്, ഇത് അരിയുമ്പോഴത്തേക്ക് കൈ മുറിയാതിരിക്കാനും ഇത് സഹായിക്കും. നമ്മളൊരു മറ്റേ ഈ ഫിംഗർ ക്യാപ്പ് ഇടുന്ന കണക്ക് തന്നെ ഈ നാര് വർക്ക് ചെയ്തോളൂ. ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് എടുക്കണം. എന്നിട്ട് ഈ അരിഞ്ഞ ആ റൗണ്ട് പോലുള്ള പിണ്ടി കൂട്ടി വെച്ച് ഇങ്ങനെ കൊത്തി അരിയണം. ഓരോ ആളുകളുടെ രീതി ഓരോ അനുസരിച്ചായിരിക്കും. നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ അമ്മയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഈർക്കിലിയിൽ ഈ റൗണ്ടെല്ലാം കൂടെ കോർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊത്തി അരിയുകയായിരുന്നു. അതാകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ തെന്നിപ്പോകാതെ കിട്ടും. ഇനിയിപ്പോൾ ഈർക്കിലി ഇല്ലെങ്കിൽ ഇത് ശരിക്കും അടുക്കി പിടിച്ച് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. പിണ്ടി സാധാരണ നമ്മൾ രാഷ്ട്രീയക്കാരുടെ നട്ടലിനോടാണ് ഉപയോഗിക്കുന്നത്, കാർട്ടൂണിലൊക്കെ പ്രത്യേകിച്ചും. അങ്ങനെ ഒരു തമാശ കഥാപാത്രമാണ് സത്യം പറഞ്ഞാൽ പിണ്ടി. പക്ഷേ പിണ്ടിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. അത് നല്ലൊരു ഭക്ഷണ സാധനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എൻ്റെ പിണ്ടിത്തോരന് അരയ്ക്കാനുള്ള സാധനങ്ങളാണ്: തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാന്താരി, നീലക്കാന്താരിയാണ്, നല്ല ജീരകം, ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. കുറച്ച് കടുകും ഉഴുന്നും മറ്റേ ചുമന്ന മുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കടുക് വറുത്തിട്ട് ഈ പിണ്ടി നമ്മൾ കൊത്തിയരിഞ്ഞ് പിണ്ടി അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇനി കുറച്ച് നേരം അടച്ചു വെക്കണം. ആ പിണ്ടി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. എന്നിട്ട് ഇത് അരപ്പ് അതിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മൾ അരച്ച അരപ്പ് ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. കുറച്ച് നേരം അടച്ചു വെക്കണം, 2 മിനിറ്റ്. പിണ്ടിത്തോരൻ ആയിട്ടുണ്ട്. ഇത് ഫൈനലായിട്ട് ഇതാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് ചിങ്ങം 1 പ്രമാണിച്ചത്തെ കാർട്ടൂണാണിത്. നമ്മുടെ
കർഷക ദിനമാണ്. കർഷക ദിനം പ്രമാണിച്ചിട്ടുള്ള 2 കാർട്ടൂണുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.